guys and welcome to Educate Me. This is your teacher Nabil Moffat. So, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ is partnership. പാർട്ണർഷിപ്പ് ചാപ്റ്റർ നിങ്ങൾ പ്ലസ് ടു കോമേഴ്സ് പഠിച്ച സ്റ്റുഡൻസ് ഓൾറെഡി പ്ലസ് ടു കോമേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പാർട്ണർഷിപ്പ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു നിങ്ങളുടെ മെയിൻ ചാപ്റ്റേഴ്സ്. ആകെ പ്ലസ് ടുവിൽ അത് മാത്രമേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിൽ നിങ്ങൾ ഒരുപാട് തിങ്സ് കുറെ പഠിച്ചിട്ടുണ്ടാവും, കുറെ പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു പാർട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യണം ഓൾ ഓഫ് എ സഡൻ നിങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ണർഷിപ്പ് പഠിച്ചത് കൊണ്ട് ഇവിടെ ഒരു കാരണവും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ദാറ്റ് ഈസ് നിങ്ങൾക്ക് അത് പ്രോബ്ലം ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, എന്തിനകത്ത് പഠിക്കുന്നത്? കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഹൗ ടു സ്റ്റാർട്ട് എ പാർട്ണർഷിപ്പ് ഫേം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാൽക്കുലേഷൻ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കാണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു സ്റ്റാർട്ട് സംതിങ് ഓർ ഹൗ ടു റൺ എ പാർട്ണർഷിപ്പ് ഫേം ഓർ ഹൗ ടു ഡു ദ അക്കൗണ്ടിങ് ഇൻ എ പാർട്ണർഷിപ്പ് ഫേം. അപ്പൊ നമുക്ക് പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഒരു കേസ് എടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് പഠിക്കാം. സോ ഈ കേസ് നിങ്ങൾ ഓവർ ദ പീരീഡ് ബിസിനസ്മാൻ ആവാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ കേസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. അപ്പൊ നമുക്ക് നോക്കാം, 3 ആളുകൾ ഒരു പാർട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ദേ ആർ ഫ്രണ്ട്സ്, ദാറ്റ് ഇസ് എ, ബി ആൻഡ് സി. അപ്പൊ നമുക്ക് ഒരുപാട് നെയിംസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് എ, ബി ആൻഡ് സി. എ, ബി, സി ഒരു പാർട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യാൻ പോകും വിചാരിക്കാം. ഓക്കെ, സോ ബൈ ദ വേ വാട്ട് ഇസ് എ പാർട്ണർഷിപ്പ് ഫേം? വാട്ട് ഇസ് പാർട്ണർഷിപ്പ്? 2 or more person അല്ലേ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്തിട്ട് ദേ വിൽ ക്രിയേറ്റ് ഓർ ദേ വിൽ ക്രിയേറ്റ് എൻ അഗ്രിമെന്റ്. എന്നിട്ട് അവർ എന്ത് പറയുന്നു? വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ പാർട്ണർഷിപ്പ് ഫേം. ഇവർ 3 ആളും കൂടെ ഇവർക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് താല്പര്യം. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ 3 ആൾക്കും കൂടെ പലതരം ഐഡിയാസ് ഉണ്ട്. നമുക്ക് ഒരാളാണെങ്കിൽ നമുക്ക് സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറയാം. മോർ ദാൻ 2 ആണെന്നുണ്ടെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം, അല്ലെങ്കിൽ 1 man കമ്പനി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അത് 1 person കമ്പനി. ഓർ നിങ്ങൾക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഓർ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എങ്ങനെ വേണമെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവർ വിചാരിക്കുകയാണ് ലെറ്റ്സ് സ്റ്റാർട്ട് എ പാർട്ണർഷിപ്പ് ഫേം. സോ ബിഫോർ ഗോയിങ് ടു സ്റ്റാർട്ട് സംതിങ്, നിങ്ങൾ ഓവർ ദ പീരീഡ് ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഓണ്ടർപ്രണർ ആവുകയാണ്, നിങ്ങൾക്ക് മോർ ദാൻ 2 person ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളും ലെസ് കോംപ്ലിക്കേറ്റഡും നമുക്ക് ഇൻകം ടാക്സിൻ്റെതും അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള തിങ്സ് വളരെ കുറവുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് പാർട്ണർഷിപ്പ് ഫേം. നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ ഓൾ ഓഫ് എ സഡൻ പോയിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ പബ്ലിക് കമ്പനിയോ അത് തുടങ്ങാനൊന്നല്ല നോക്കേണ്ട. ആദ്യം നിങ്ങളൊരു ഫേം സ്റ്റാർട്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ ടു സ്റ്റാർട്ട് എ പാർട്ണർഷിപ്പ് ഫേം. ദർ ഇസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, LLP ഒന്നല്ല നമ്മൾ പഠിക്കുന്നത്. ഇറ്റ്സ് നോർമൽ പാർട്ണർഷിപ്പ് ഫേം. സോ എ, ബി ആൻഡ് സി അവർക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമെന്നാണ് ആഗ്രഹം. ഇവരുടെ ബിസിനസ് എന്താണ്? ഐഡിയ ഇസ് വിത്ത് ദ സൂപ്പർ മാർക്കറ്റ്. അപ്പൊ ഈ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് 3 ആളുകൾ ഉണ്ടായതുകൊണ്ട് എത്ര ആൾക്ക് എത്ര പെർസെന്റേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു ഫേം തുടങ്ങാൻ വേണ്ടി വിചാരിക്കണം. ഫേം തുടങ്ങണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് പാർട്ണർഷിപ്പ് ഡീഡ് ആണ്. സോ ദേ ക്രിയേറ്റഡ് എ പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡേറ്റിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഡീഡ് ഈസ് മെയ്ഡ് ഓൺ ദ 6th day of March 2013. സോ ഒരു ജസ്റ്റ് റാൻഡം ഡേറ്റ് എടുത്തോളൂ. ഇവിടെ നിങ്ങൾ ₹100 ഇത് കണ്ടല്ലോ, സ്റ്റാമ്പ് ഡ്യൂട്ടി ₹100. യൂഷ്വലി ഇറ്റ് ഇസ് നോട്ട് 100, ഇറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 5,000 ആക്ച്വലി ചെയ്യാറ്. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു 100 എടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ബിറ്റ്വീൻ എ, ബി ആൻഡ് സി, ദീസ് ആർ ദ 3 people. ആൻഡ് ഇവരെ എന്താണ് ഇവരുടെ മെസ്സേജ് ജെ ആൻഡ് കെ കമ്പനി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇവർക്ക് ഇത് തുടങ്ങി നമ്മൾ പറയാൻ പോകുന്നത് പാർട്ണർഷിപ്പിൽ പഠിക്കാൻ പോകുന്ന തിങ്സിനെ കുറിച്ചിട്ടാണ്. സോ ഇവരൊരു സൂപ്പർ മാർക്കറ്റ് ഇവർ നേരെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ആക്ച്വലി അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് എന്താ അറിയേണ്ടത്? ഇവർക്ക് എങ്ങനെ ഇത് വന്നു അത് വന്നു എന്നല്ലേ, അക്കൗണ്ടിങ് റിലേറ്റഡ് ഡേറ്റ കിട്ടണം. സോ ഇവർക്ക് എന്തൊക്കെ കിട്ടി നോക്കാം നമുക്ക്. ദിസ് ഇസ് ഇയർ ആൻഡ് ദിസ് ഇസ് പ്രോഫിറ്റ്. ഇവർക്ക് ഫസ്റ്റ് 2, 3, 4, 5 ഇയേഴ്സിന്റെ ഡേറ്റ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 ഇയേഴ്സ്. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് ഇയറിൽ ഒരിക്കലും ഒരാൾക്ക് 25 lakhs ഒന്നും ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കിട്ടില്ല അല്ലേ? കാരണം അവർ ന്യൂ എൻട്രി ആണ്. അപ്പോൾ അവർ ഇതുവരെ ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ അവരിങ്ങനെ പേര് പിടിച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. സോ ഫസ്റ്റ് ഇയറിൽ അവരുടെ പ്രോഫിറ്റ് ഇസ് 5,000. സെക്കൻഡ് ഇയറിൽ ദേ ഗോട്ട് 10,000. തേർഡ് ഇയർ എത്തിയപ്പോൾ ദാറ്റ് ബിക്കംസ് 50,000. പ്രോഫിറ്റ് കൂടാൻ തുടങ്ങി. ഫോർത്ത് ഇയർ എത്തിയപ്പോൾ 100,000 ഓർ 1 lakh. ഫിഫ്ത്ത് ഇയർ എത്തിയപ്പോൾ 2 lakhs. അതെന്താ? ഓരോ ഇയർ കഴിയുമ്പോൾ ഇവരുടെ പ്രോഫിറ്റ് ഇങ്ങനെ കൂടി വരുന്നത്? അവരുടെ എക്സ്പെർട്ടൈസ് കൂടുകയാണ്, ആളുകളുടെ ഇടയിൽ അറിയപ്പെടുകയാണ്. ഈ തിങ്സ് ഒക്കെ ഇങ്ങനെ കൂടി വരും അല്ലേ? ഇതിന് നമ്മളൊരു പേര് പറയാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് ഇവർ ഈ 5th ഇയർ എത്തിയപ്പം വേറൊരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. ഒരു ന്യൂ സൂപ്പർ മാർക്കറ്റ് അവിടെ വേറെ ഏതോ സം റാൻഡം പേഴ്സൺ ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത ഇയറിൽ ആ സൂപ്പർ മാർക്കറ്റിന് കിട്ടിയത് 10,000. ഈ 10,000 നമ്മൾ പറയുന്ന പേരാണ് നോർമൽ പ്രോഫിറ്റ്. അതായത് മാർക്കറ്റിൽ എത്രയാണുള്ളത് അതിനാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ ഈ അതായത് ഈ എ, ബി, സി ഒരു പാർട്ണർഷിപ്പ് ഫേം എന്താ കൊടുത്തത്? ജെ ആൻഡ് കെ കമ്പനിയാണ് നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിന്റെ പേര്.
സോ JNK കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് ഇവിടെ 2 lakhs ആണ് കിട്ടുന്നത്, പക്ഷെ ഇയാൾക്ക് ആകെ 10,000 കിട്ടുന്നുള്ളൂ. വൈ ഇസ് ദാറ്റ് സോ? എന്തുകൊണ്ട് 1 person ദ സെയിം തിങ്, സെയിം സൂപ്പർ മാർക്കറ്റ് തന്നെ, പക്ഷെ ഒരാൾക്ക് 2 lakhs അതർ പേഴ്സണ് 10,000 കിട്ടുന്നുള്ളൂ? എന്താ കാരണം? ആ കാരണത്തിന് മുമ്പേ ഈ എക്സ്ട്രാ കിട്ടുന്നത്, ഇയാൾക്ക് ഇവിടെ നോർമൽ എത്ര കിട്ടുന്നത് 10,000, അതർ പേഴ്സൺ ഓർ JNK കമ്പനിക്ക് 2 lakhs കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ +2 പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് ചിലപ്പോൾ അറിയില്ല. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന മാർക്കറ്റിൽ എത്രയാണോ ഒരാൾക്ക് നോർമൽ ആയിട്ട് ഒരു എൻട്രി ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എത്രയാണോ ഒരു നോർമൽ ആയിട്ട് കിട്ടുക, അത് നോർമൽ പ്രോഫിറ്റ് നമ്മൾ വേർഡ്സ് തന്നെ യൂസ് ചെയ്യുന്ന. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത്. സൂപ്പർ ദാറ്റ് മീൻസ് എക്സ്ട്രാ പ്രോഫിറ്റ്. ഈ എക്സ്ട്രാ പ്രോഫിറ്റ് എവിടെ നിന്ന് വന്നു? ഫ്രം വേർ? ഈ 5 yearsലെ എക്സ്പീരിയൻസും തിങ്സും. ദാറ്റ്സ് വാട്ട് വി കോൾ ഗുഡ് വിൽ. ഇതിന് നമ്മൾ പറയുന്നതാണ് ഗുഡ് വിൽ. നമ്മുടെ കമ്പനിക്ക് ഉണ്ടാവുന്ന ഒരു പേര്, അല്ലെങ്കിൽ ദ റെപ്യൂട്ടേഷൻ ദ കമ്പനി ഓർ ദ ഫേം ഹാസ്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ ഗുഡ് വിൽ. ആ ഗുഡ് വിൽ ഉണ്ടായത് കൊണ്ടാണ് എന്ത് കിട്ടിയത്, ഇവിടെ മാർക്കറ്റിൽ 10,000 ഒരു പുതിയ ആൾക്ക് കിട്ടുന്ന സമയത്തും ഇവിടെ 2 lakhs കിട്ടിയത്, എക്സ്ട്രാ ആയിട്ട് കിട്ടിയത് എന്തിന്റെ കാരണത്തിലാണ്? ഗുഡ് വില്ലിന്റെ കാരണത്തിലാണ്. ഓക്കെ, സോ ഈ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഗുഡ് വിൽ? ഇറ്റ്സ് ആൻ ഇൻടാഞ്ചിബിൾ ആസെറ്റ്. ആസെറ്റ് ആക്ച്വലി നമ്മൾ എന്തിനാ ആസെറ്റ് ആക്ച്വലി വാങ്ങി വെക്കുന്നത്? നമ്മുടെ ബിസിനസ്സിന് ഒരു റിട്ടേൺ കിട്ടാനല്ലേ? ബിസിനസ്സിൽ ആ ആസെറ്റ്സ് വാങ്ങിയത് കൊണ്ടാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറക്കി, അതിന് റിട്ടേൺ കിട്ടാൻ. അപ്പൊ ഈ ഗുഡ് വില്ലും നമുക്ക് എന്ത് തരുന്നുണ്ട്? വാങ്ങിവെച്ച അസറ്റ് അല്ല, നമ്മുടെ പേരും ഒരു അസറ്റ് ആണ്. ആ അസറ്റ് നമുക്ക് എന്ത് തരുന്നു? നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്ത് തരുന്നു, അല്ലെ? അസറ്റ്സ് നോർമലായിട്ട് നമ്മുടെ സെയിൽസും തിങ്സും ഇൻക്രീസ് ചെയ്യണം. അപ്പൊ ഈ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്ത് തരുന്നു. നോർമലായിട്ട് പേഴ്സണ് 10 കിട്ടുമ്പോൾ ഇവിടെ 2 lakhs കിട്ടും. 10,000 കിട്ടുന്ന സ്ഥലത്ത് 2 lakh കിട്ടുന്നതാണ് ഗുഡ് വിൽ ഇസ് സോ ഹൈ. ഇനി ഈ പേഴ്സൺ എപ്പോഴായിരിക്കും ഇങ്ങനെ കിട്ടുക? 10,000 2 lakh ആവും എപ്പോഴായിരിക്കും? ഇയർ ഇങ്ങനെ കഴിഞ്ഞ് ഇയാൾ ഗുഡ് സർവീസും തിങ്സും അത്യാവശ്യം ആളുകളുടെ ഇടയിൽ പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ദിസ് ന്യൂ പേഴ്സൺ ഓർ ന്യൂ സൂപ്പർ മാർക്കറ്റിനും എന്ത് വരും? ആ ഒരു തിങ് വരും. ഇനി നല്ല രീതിയിൽ നടത്തിയിട്ടില്ലെങ്കിലോ ആ ഗുഡ് വിൽ എന്ന് പറയുന്നത് ഉണ്ടാവേ ഇല്ല, അത് പൂട്ടി പോകാനുള്ള ചാൻസ് ആവാണേ. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങാം. ദിസ് ഇസ് ദ ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ ഇവർക്ക് ഒരാളെ അഡ്മിറ്റ് ചെയ്യണം. ഇവർ 3 ആളും പാർട്ണർഷിപ്പ് ഫേം നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുക, പക്ഷേ ഇവർക്ക് തോന്നുകയാണ് വി നീഡ് മോർ മണി ഓർ വി നീഡ് 1 more പാർട്ട്ണർ. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വിചാരിച്ചു, ഒരാളെയും കൂടി അഡ്മിറ്റ് ചെയ്യുക. സോ ദേ ടുക്ക് ഡി എന്ന് പറയുന്ന അവരുടെ ഫ്രണ്ട് എന്നാണ് ഡീനെ കൂടെ ഇതിലേക്ക് എടുക്കാൻ വിചാരിക്കാം. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ തന്നെ പറയാൻ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഡീനെ എടുക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഡി എന്തൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എന്തായാലും കൊണ്ടുവരണം. കാരണം ഒരാള് സ്റ്റാർട്ടിങ്ങിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ട ആ മണിക്ക് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം, അല്ലെ? ഈ ക്യാപിറ്റൽ കൊണ്ടുവരണം. ക്യാപിറ്റൽ മാത്രം കൊണ്ടുവന്നാൽ മതി, പോരാ. കാരണം ഇവർ ഈ 5 years കൊണ്ട് ഉണ്ടാക്കിയ നെയിം എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ്. മാർക്കറ്റിൽ 10,000 കിട്ടുമ്പോൾ ഇവർക്ക് 2 lakh കിട്ടണമെങ്കിൽ ആ നെയിം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും, അല്ലേ? അപ്പൊ ആ നെയിമിന്റെ അല്ലെങ്കിൽ ആ ഗുഡ് വില്ലിന്റെ ഒരു എമൗണ്ടും കൂടെ ആര് കൊണ്ടുവന്നിരിക്കണം? ഡി കൊണ്ടുവന്നിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഗുഡ് വില്ല് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ക്യാപിറ്റൽ കൊണ്ടുവരണം, ഗുഡ് വില്ല് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഗുഡ് വില്ല് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഇവർക്ക് ABCക്ക് അറിഞ്ഞിടാം. അവര് പാർട്ണർഷിപ്പിനെ കുറിച്ച് അറിയില്ല, അക്കൗണ്ടിങ്ങിനെ കുറിച്ച് അവർക്ക് ഓവറായിട്ട് വലിയ ഐഡിയ ഇല്ല. അവർ ബിസിനസ്സുകാരാണ്, അക്കൗണ്ടൻസ് അല്ല. അപ്പൊ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഗുഡ് വിൽ കാൽക്കുലേഷന് ഒരു CMA-കാരനെ എടുത്തു പോയി. ഓക്കെ, നമ്മൾ CMA-കാർ പറഞ്ഞു കൊടുക്കണം, അല്ലെ? ചാർട്ടേഡ് അക്കൗണ്ടന്റ് CS ആരാണോ അവർ പറഞ്ഞു കൊടുക്കും എങ്ങനെ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാം, എത്ര നിങ്ങൾ അയാൾക്ക് വാങ്ങണം. നൗ വെയിറ്റ്, നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയൽ ലൈഫിൽ ചിലപ്പോൾ അപ്ലൈ ചെയ്തെന്ന് വരില്ല. ശ്രദ്ധിക്കണേ, നിങ്ങളൊരു പാർട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളൊരു ഗുഡ് വില്ല് ഒരാളെ എടുക്കാൻ പോവുകയാണെങ്കിൽ അയാളുടെ അടുത്ത് എത്ര ഗുഡ് വില്ല് വാങ്ങണം എന്നുള്ളത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നതൊക്കെ തിയററ്റിക്കലാണ്. ഇത് അധികവും പാർട്ണർഷിപ്പ് ഫേമിന്റെ കേസിൽ അധികം യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ പാർട്ണർഷിപ്പിന് ഒരു 10 lakhs ഗുഡ് വില്ല് ഉണ്ട്, പുതിയ പാർട്ണർക്ക് 20% കൊടുക്കാൻ അയാൾ 2 lakh കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അയാൾ കൊണ്ടുവരണം, അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് തിയററ്റിക്കലി നമ്മൾ പഠിച്ചു വെക്കണം, സോ ആൻഡ് സോ ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പഠിച്ചു വെക്കണം നമ്മൾ. പക്ഷേ ഇൻ റിയൽ ലൈഫിൽ നോബഡി യൂസസ് ദിസ്. അങ്ങനെ ഫുൾ നോബഡി എന്ന് പറയാൻ പറ്റില്ല, ചില ആളുകൾ മാത്രമേ അതിന്റെ ഗുഡ് വില്ല് അങ്ങനെ കാൽക്കുലേറ്റ് നമ്മൾ പറയാൻ പോകുന്ന രീതിയിൽ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് വരുള്ളൂ. യൂഷ്വൽ ആയിട്ട് ഗുഡ് വില്ല് പാർട്ണർഷിപ്പ് ഫേമിൻ്റെത് ഇൻ റിയൽ ലൈഫ് കേസിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു എമൗണ്ട് പറയാറാണ് ഗുഡ് വില്ല്, ആ ഗുഡ് വില്ലും കൂടെ പുതിയ പാർട്ണർ കൊണ്ടുവരണം. പക്ഷേ നമുക്ക് എക്സാമിന് എന്ത് പഠിക്കണം? തിയററ്റിക്കലി ഉള്ളത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഈ CMA-കാരൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ഈ CMA-കാരൻ പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് എന്തിന്റെ ഒരു ആവറേജ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ നോക്കുക? ഫോർ എക്സാമ്പിൾ ഇവിടെ 1 ഉണ്ട്,
3 ഉണ്ട് വിചാരിക്കാം. ഓക്കെ, 180 3ന്റെ ആവറേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? 2 ആയിരിക്കും അല്ലേ? ആവറേജ് എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുക? 1 + 3 / 2 ചെയ്താൽ 4/2 = 2. അതാണ് ആവറേജ് അല്ലേ? അപ്പോൾ നമ്മളൊരു ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് എന്താ മെത്തേഡ്? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. അപ്പോൾ എന്തിനാ കണ്ടുപിടിക്കുക? നമ്മൾ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. 5,000 ആയിരുന്നു ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ 10,000, തേർഡ് 50, 1 lakh and 2 lakhs. അപ്പോൾ ഇതിനെ ഫുള്ള് ടോട്ടൽ ചെയ്തു 3,65,000. ഇത്രയും പ്രോഫിറ്റ് കഴിഞ്ഞ 5 ഇയേഴ്സിൽ നമ്മുടെ JNK കമ്പനി എന്ന് പറയുന്നത് 5 ഇയേഴ്സ് കൊണ്ട് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്? 3,65,000 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ആവറേജ് എത്ര ആയിരിക്കും? ആവറേജ് എത്ര ആയിരിക്കും നോക്കുക. ഒരു വർഷം എത്ര ആയിരിക്കും കിട്ടുക? അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്ര കിട്ടും? ഒരു ആവറേജ് കറക്റ്റ് എമൗണ്ട്, എക്സാക്ട് എമൗണ്ട് എല്ലാത്തിനെ അതിനാണ് നമ്മൾ ആവറേജ് എന്ന് പറയുക. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 3,65,000 എന്ന് പറയുന്നത് 5 ഇയേഴ്സിലേക്കുള്ളത് അല്ലെ. ഒരു ഇയറിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാ? ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ വാട്ട് ഡു വി ഗെറ്റ്? 73,000. ഇതാണ് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ്. എത്ര എമൗണ്ട്? 73,000 is the average profit of JNK company. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗുഡ്വിൽ. ഇപ്പൊ ആവറേജ് പ്രോഫിറ്റ് മാത്രം കണ്ടുപിടിച്ചേ, ഗുഡ്വിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിന്റെ ഒരു വളരെ വലിയൊരു ടേം ആണ് ഇയർ ഓഫ് പർച്ചേസ്. പല ആളുകളോട് ഇപ്പോഴും ഇയർ ഓഫ് പർച്ചേസിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. നിങ്ങൾ +2 A+ ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും, പക്ഷേ ഇയർ ഓഫ് പർച്ചേസ് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിയലുണ്ടാവില്ല. അത് നമ്മൾ പഠിക്കണം. കാരണം ഇഫ് ഇൻ കേസ് നമ്മൾ ഗുഡ്വിൽ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇയർ ഓഫ് പർച്ചേസ് എന്താ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, നിങ്ങളൊരു +2 പഠിക്കുന്ന സ്റ്റുഡന്റ് വന്ന് ചോദിക്കുക വാട്ട് ഇസ് മീനിങ് ഓഫ് ഇയർ ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആസ് യു ആർ ഗോയിങ് ടു ബി എ CMA. ഇയർ ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഫിറ്റ്, അതായത് നമ്മൾ ഈ 73,000 ഒരു ആവറേജ് കിട്ടുന്നുണ്ട് എന്നുള്ളത് എത്ര വർഷം വരെ നമുക്ക് അതുപോലെ കൊണ്ടു നടക്കാൻ പറ്റും? ഐ റിപ്പീറ്റ് അഗെയിൻ, ഈ കിട്ടുന്ന 73,000 എത്ര ഇയർ വരെ നമുക്ക് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ഇതുപോലെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് ഇന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നാളെ കിട്ടണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല അല്ലേ? കഴിഞ്ഞ വർഷം കിട്ടിയ പ്രോഫിറ്റ് അല്ല കോവിഡ് വന്നപ്പോൾ ഈ വർഷം പല ആളുകൾക്കും കിട്ടുന്നത്. ചില ആളുകൾക്ക് കൂടി, ചില ആളുകൾക്ക് കുറഞ്ഞു, ചില ആളുകൾക്ക് പ്രോഫിറ്റ് ഇല്ല, ഹൈ ലോസിലേക്ക് പോയി അല്ലെ? അപ്പൊ നമുക്ക് വരുന്ന കാലത്ത് എന്താ സംഭവിക്കാൻ പോവാൻ നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ യൂഷ്വലി ഇയർ ഓഫ് പർച്ചേസ് 5 ആയിട്ടാണ് എടുക്കുക. 5 വർഷം വരെ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഇങ്ങനെ 5 വർഷം വരെ കൊണ്ടുപോകും മാക്സിമം കേട്ടോ. 5 ഇയേഴ്സ് വരെ കൊണ്ടുപോകും എന്നതാണ് ഒരു അസംഷൻ. ഓൾ ദീസ് തിങ്സ് ആർ അസംഷൻ. വൈ 5? വൈ ഈ 5ന്റെ റെലവൻസ് എന്താ? യൂഷ്വൽ ആയിട്ട് നമ്മുടെ ഇവിടെ ഗവൺമെന്റ് 5 വർഷം കൂടുമ്പം ഗവൺമെന്റ് മാറും അല്ലേ? ഓരോ ഗവൺമെന്റ് മാറുമ്പോഴും റൂൾസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പല റൂൾസും പലതായി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. റൂൾസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ അതേ പ്രോഫിറ്റ് ഈ ഗവൺമെന്റ് മാറി വരുമ്പോൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് മാത്രമല്ല പല തിങ്സും മാറുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ എൻവയൺമെന്റൽ തിങ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ആളുകളുടെ ടേസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല തിങ്സും ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ 5 ഇയേഴ്സിന്റെ ടൈം പീരീഡ് ആണ്. അപ്പൊ ഈ 5 ഇയേഴ്സ് ആണ് യൂഷ്വലായിട്ട് ഇയർ ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് എടുക്കുക. അപ്പൊ ഇയർ ഓഫ് പർച്ചേസ് എന്തായിരുന്നു? എത്ര വർഷം വരെക്ക് ഇത് അതുപോലെ തന്നെ കൊണ്ടുപോയി ഇതേ പ്രോഫിറ്റ് എത്ര നമ്മുടെ ആവറേജ് 73,000 തന്നെ അങ്ങനെ കൊണ്ടുപോകാൻ അവർക്ക് പറ്റും എന്നുള്ളതാണ് ഇയർ ഓഫ് പർച്ചേസ്. ഈ ഇയർ ഓഫ് പർച്ചേസും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഗുഡ്വിൽ കണ്ടെത്തുക. സോ ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ആവറേജ് പ്രോഫിറ്റ്, ഒരു വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ട്, ഈ പ്രോഫിറ്റ് എത്ര വർഷത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും, അതിനാണ് എന്തെന്ന് പറയാ ഇയർ ഓഫ് പർച്ചേസ്. അങ്ങനെയാണ് ഗുഡ്വിൽ എത്ര ആയിരിക്കും എന്ന് പറഞ്ഞാൽ 73,000 × 5. ഒരു വർഷം 73,000 ആവറേജ് കിട്ടും, അത് 5 ഇയേഴ്സിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഗുഡ്വിൽ എത്ര? 3,65,000. ഇപ്പൊ CMA കാരൻ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ ഗുഡ്വിൽ, ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഗുഡ്വിൽ 3,65,000. ബൈ ദ വേ നിങ്ങൾ മനസ്സിലാക്കിക്കേണ്ട കാര്യം, സൂപ്പർ മാർക്കറ്റിന്റെ ഗുഡ്വിൽ ഇതൊന്നും ആയിരിക്കില്ല. ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി ഒരു വളരെ ചെറിയ എമൗണ്ട് എടുത്തെന്നുള്ളൂ. സൂപ്പർ മാർക്കറ്റിന്റെ ഗുഡ്വില്ലൊക്കെ വെരി ഹൈ ആയിരിക്കും. പക്ഷെ ലോസിൽ പോകുന്ന സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഗുഡ്വിൽ എന്ന് പറയുന്ന സംഭവം ഇല്ല. ദർ ഇസ് നോ ഗുഡ്വിൽ അല്ലെ? ഈ ഒരു കേസിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നിങ്ങൾ ഓവർ ദ പീരീഡ് സൂപ്പർ മാർക്കറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഹിറ്റ് ആണെങ്കിൽ ഹൈ ഗുഡ്വിൽ ആയിരിക്കും. കാരണം സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഗുഡ്വിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് സോ ഹ്യൂജ്. നിങ്ങളിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സൂപ്പർ മാർക്കറ്റ് ഏതാ വെച്ചാൽ ഐ വുഡ് സേ ലുലു അല്ലെ? ലുലു മോളും തിങ്സും സൂപ്പർ മാർക്കറ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റും അല്ല, ദാറ്റ്സ് ഹൈപ്പർ മാർക്കറ്റ്. ഓൾ ദീസ് തിങ്സ് ആർ ഹൈപ്പർ മാർക്കറ്റ്. അവരൊക്കെ ഉണ്ടാക്കുന്നത് ദാറ്റ്സ് ഹ്യൂജ് പ്രോഫിറ്റ്. അതുപോലല്ല അവരുടെ ഗുഡ്വിൽ എന്ന് പറയുന്നത് നിങ്ങളൊരു ഷെയർ അവിടെ അല്ലെങ്കിൽ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് എൻ്റർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹ്യൂജ് ഗുഡ്വിൽ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ ജസ്റ്റ് എമൗണ്ടിന് വേണ്ടിയിട്ട് ഒരു 3,65,000 ആണെന്ന് ആര് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്? CMA കാരൻ. നിങ്ങളൊക്കെ നാളെ പറഞ്ഞു കൊടുക്കേണ്ട സംഭവമായിരിക്കും കേട്ടോ. ഓക്കെ, നൗ കം സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അപ്പൊ CMA കാരൻ പറയാണ് ആവറേജ് പ്രോഫിറ്റ് മാത്രമല്ല കേട്ടോ, എന്റെ കയ്യിൽ വേറെ മെത്തേഡും ഉണ്ട്. നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്, ഏതാ ബെറ്റർ മെത്തേഡ് നോക്കിയിട്ട് നമുക്ക് എടുക്കാം.
അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ്, സൂപ്പർ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നോർമൽ പ്രോഫിറ്റ് ആയിരുന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത് മാർക്കറ്റിൽ കിട്ടുന്നത്. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്, നമ്മുടെ സ്വന്തം കിട്ടുന്നതാണ് ആവറേജ് പ്രോഫിറ്റ്. സോ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ആളുകൾക്ക് കിട്ടുന്നത് എത്രയാണ് അല്ലേ, ഇതിന് ഡിഫറൻസ് ആണ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ നേരത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഒറ്റ ഇയറിന്റെ മാത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ഒറ്റ ഇയർ മാത്രമാണ്, ഇവിടെ എത്രയാണ് 10,000 അല്ലേ, ഇവിടെ എത്ര ആയിരുന്നു 2 lakh കിട്ടുന്നുണ്ട്. ആ ഡിഫറൻസ് എത്ര ആയിരിക്കും? അപ്പോൾ ഇതാണ് നോർമൽ പ്രോഫിറ്റ്, ഇതാണ് നമ്മുടെ ആവറേജ് ജസ്റ്റ് 1 year മാത്രമാണ് എടുക്കുന്നത്. ആവറേജ് പ്രോഫിറ്റ് അങ്ങനെയല്ല കണ്ടുപിടിക്കുക. എത്ര ആയിരിക്കും ഇവിടെ നേരത്തെ പോലെ കിട്ടുകയാണെങ്കിൽ 1,90,000 കിട്ടും അല്ലേ. പക്ഷെ നമ്മളിവിടെ ആവറേജ് എടുത്തിട്ടില്ലേ, ഞാൻ ജസ്റ്റ് 1 yearന്റെ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ആവറേജ് എടുത്തിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഈ സെയിം ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഇതാണ് ഫോർമുല. അപ്പോൾ ആലോചിച്ച് വെക്കുക, ഫോർമുല കാണാതെ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ സൂപ്പർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ എവിടുന്ന് കിട്ടുകയാണ്, നോർമലായിട്ട് ആളുകൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നമുക്ക് എത്ര എക്സ്ട്രാ കിട്ടുന്നു. നമ്മുടെ പ്രോഫിറ്റ് ആണ് ആവറേജ് പ്രോഫിറ്റ്, മാർക്കറ്റിലുള്ള പ്രോഫിറ്റ് ആണ് നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, സോ ഈ നോർമൽ പ്രോഫിറ്റ് നേരത്തെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഒരാൾക്ക് 10,000 എന്ന് തന്നതുകൊണ്ട് ഇറ്റ് വാസ് നോട്ട് സോ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. പക്ഷേ ഇത് തരില്ല, ഡയറക്റ്റ് ആയിട്ട് തരില്ല. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ നോർമൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻടു മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നേരത്തെ കേസിൽ ABC ആണ് വിചാരിക്കുക. ABC അവരുടെ കയ്യിൽ നിന്ന് എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തതാണ്, പുറത്തുനിന്ന് കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തതല്ല, അവരുടെ കയ്യിൽ നിന്ന്, ദാറ്റ് ഇസ് ലോണോ തിങ്സോ ഒന്നും എടുത്തതല്ല. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡിനെ നമുക്ക് എന്ത് പറയാം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റഡ്, മണി ഇൻവെസ്റ്റഡ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എമൗണ്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേമിൽ അല്ലെ കമ്പനി, അതിനാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇഫ് ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലൈബിലിറ്റീസ്. അസറ്റ് നമ്മുടെ ടോട്ടൽ അസറ്റ് സൈഡിൽ നിന്ന് ഔട്ട്സൈഡ് ലൈബിലിറ്റി. സോ ബൈ ദ വേ വാട്ട് ഈസ് ഔട്ട്സൈഡ് ലൈബിലിറ്റി? പുറത്തുനിന്ന് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഇവരൊക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്സൈഡ് ലൈബിലിറ്റി. അപ്പോൾ അതെന്തായിരിക്കും നമ്മുടെ ക്യാപിറ്റലും റിസർവും അല്ലേ, ക്യാപിറ്റൽ പ്ലസ് റിസർവ്. കറക്റ്റ് ആയാലോ? എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്, ആര് ഇൻവെസ്റ്റ് ചെയ്തത്? കമ്പനി ഇൻവെസ്റ്റ്, ദ പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കും നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പം എങ്ങനെയാണ് ഈ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലൈബിലിറ്റി. ഞാൻ പ്രോബ്ലത്തിൽ കാണിച്ചതേ, ജസ്റ്റ് ആദ്യം നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വെറുതെ കാണാതെ പഠിക്കേണ്ടത്. നമ്മൾ +2 പഠിക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്സ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു പഠിക്കുക. ഇവിടെ ഫുൾ കോൺസെപ്റ്റ് ആണ് ആവശ്യം, കാരണം നിങ്ങൾ ഇത് ആവാൻ പോകുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് ആണ്. എന്തിനായിരുന്നു ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിച്ചത്? നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻടു മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. മാർക്കറ്റിൽ എത്ര കിട്ടുന്നു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് മാർക്കറ്റിൽ എത്ര റിട്ടേൺ കിട്ടുന്നു. ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 100 ആണെന്ന് വിചാരിക്കുക. ഇതിൽ നമുക്ക് ചിലപ്പം ഹ്യൂജ് റിട്ടേൺ കിട്ടും, പക്ഷെ മാർക്കറ്റിൽ എത്ര റിട്ടേൺ കിട്ടുക? ഫോർ എക്സാമ്പിൾ മാർക്കറ്റിൽ ഒരു 10 ആണ് കിട്ടുന്നത് വിചാരിക്കുക, 10%. മാർക്കറ്റിൽ എല്ലാവർക്കും അവരിട്ടതിൻ്റെ 10% കിട്ടുകയാണെങ്കിൽ എത്ര ആയിരിക്കും? 10. പക്ഷെ നമുക്ക് കിട്ടുന്നത്, നമ്മൾ 100 ഇട്ടിട്ട് കിട്ടുന്നത് ഒരു 30% ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 30 കിട്ടുന്നുണ്ട്. ആ എക്സ്ട്രാ ഇസ് വാട്ട് വി കോൾ ദ സൂപ്പർ പ്രോഫിറ്റ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലൈബിലിറ്റി. അപ്പോൾ ഒരു പ്രോബ്ലത്തിൽ കൂടെ നേരത്തെ സെയിം പ്രോബ്ലത്തിലൂടെ നോക്കാം. നമുക്ക് നേരത്തെ കമ്പനിയിൽ ടോട്ടൽ അസറ്റ് ഒരു 10 lakh ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ക്യാപിറ്റൽ ഇവിടെ 5 lakh, റിസർവ് 2 lakh, അതർ ലൈബിലിറ്റീസ് 3 lakhs. നമ്മളോട് പറയാണ് ഫൈൻഡ്, ക്വസ്റ്റ്യനിൽ പറയാം ഫൈൻഡ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം നമുക്ക് എന്തും കൂടെ വേണം? മാർക്കറ്റ് റേറ്റ് എത്ര, മാർക്കറ്റിൽ റിട്ടേൺ കിട്ടുന്ന എത്രയെന്ന് കൂടെ വേണം. നമുക്ക് കുറെ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മുടെ കയ്യിലുള്ളതല്ലേ, മാർക്കറ്റിലെ റേറ്റ് കണ്ടുപിടിച്ചാലേ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മാർക്കറ്റിലെ റേറ്റ് തന്നിട്ടുണ്ടോ? 5%. ഇത് തന്നിട്ടല്ലോ. നമ്മുടെ ഫോർമുല എന്താ ആക്ച്വലി സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ പ്രീവിയസ് കേസിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് ഇതാ 73,000 ആണ്. സോ നമുക്ക് ഇവിടെ ആവറേജ് പ്രോഫിറ്റ് ഇവിടെ ഇതൊക്കെ 73,000. ഇനി എന്താ കണ്ടുപിടിക്കണം? നമുക്ക് നോർമൽ പ്രോഫിറ്റ്, അതായത് മാർക്കറ്റിൽ എത്ര കിട്ടുന്നു, മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഫിറ്റിലെ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ക്യാപിറ്റൽ എംപ്ലോയിഡ്. നൗ വെയിറ്റ്, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? ടോട്ടൽ അസറ്റ്. ടോട്ടൽ അസറ്റ് എത്ര? ഇവിടെ ക്വസ്റ്റ്യനിൽ 10 lakh മൈനസ് ഔട്ട്സൈഡ് ലൈബിലിറ്റി. അതിനാണ് ഞാൻ ഈ കേസ് ഇങ്ങനെ തന്നെ എടുത്തത്. ആരെയും ഔട്ട്സൈഡ്, ഇതൊക്കെ ലൈബിലിറ്റി സൈഡിൽ വരുന്ന അല്ലേ.
ഒരു ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരുന്ന സംഭവങ്ങളായി 3 എണ്ണം. ഇതിലേതാ ഔട്ട്സൈഡ്, പുറത്തുള്ള ആളത് ഏതായിരിക്കും? ആദ്യം നോക്കുക ക്യാപിറ്റൽ. ക്യാപിറ്റൽ പുറത്തുള്ള ലയബിലിറ്റി ആണോ? അല്ല, വിത്തിൻ ദ കമ്പനി ഓർ വിത്തിൻ ദ ഫേം അല്ലേ? ആരുടെ ക്യാപിറ്റൽ എന്നാണ്? പാർട്ട്നേഴ്സിന്റെ, അത് ഇൻസൈഡാണ്. റിസർവ്സ് ഇത് ആർക്കുള്ളതാണ്? പാർട്ട്നേഴ്സിനുള്ള, അതും ഇൻസൈഡ് ലയബിലിറ്റിയാണ്. ഇനി ഏതായിരിക്കും? അതർ ലയബിലിറ്റീസ്, അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. സോ അതർ ലയബിലിറ്റി എത്ര? അവിടെ 3 lakh. എത്ര ആയിരിക്കും അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ്? 7 lakh. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മളിപ്പോൾ മൈനസ് ചെയ്തിട്ട് കിട്ടി 7 lakh. ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലും റിസർവും ആഡ് ചെയ്താൽ കിട്ടുന്നു എന്ത് തന്നെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അത് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇട്ടത്. ഓക്കെ ആണല്ലോ? സോ 7 lakh ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ മാർക്കറ്റ് റേറ്റ് 5% ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ? നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 10 lakh എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ടോട്ടൽ അസറ്റ്, മൈനസ് 3 lakh എന്തായിരുന്നു നമ്മുടെ ഔട്ട്സൈഡ് ലയബിലിറ്റി. അതിന്റെ മുകളിൽ ഇൻറ്റു 5% ചെയ്താൽ മതി. ഇത് അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്താൽ നമുക്ക് വിൽ ഗെറ്റ് 35,000. ഈ 35,000 ആണ് നോർമൽ പ്രോഫിറ്റ്. നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആവറേജ് പ്രോഫിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 73,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച 35,000. ടോട്ടൽ വുഡ് ഗിവ് 38,000. എക്സ്ട്രാ പ്രോഫിറ്റ് എത്ര നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞത്? 38,000 ആണ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ നമ്മൾ ഇയർ ഓഫ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ ആവറേജ് 73 ഉണ്ടെന്ന് കാണിച്ചു. ഇവിടെ സൂപ്പർ എത്ര എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഗുഡ് വിൽ എങ്ങനെ കണ്ടുപിടിക്കുക? 38,000. ഇയർ ഓഫ് പർച്ചേസ് എത്രയായിരുന്നു? 5 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻറ്റു 5 1,90,000. രണ്ട് മെത്തേഡും ആര് കാണിച്ചു കൊടുത്തു? CMA കാരൻ കാണിച്ചു കൊടുത്തു. ആവറേജ് പ്രോഫിറ്റും കാണിച്ചു കൊടുത്തു, സൂപ്പർ പ്രോഫിറ്റും കാണിച്ചു കൊടുത്തു. CMA കാരൻ പറഞ്ഞു വെയിറ്റ്, കംപ്ലീറ്റ് ആയിട്ടില്ല, ഐ ഹാവ് 1 more method, ഇൻഫാക്ട് 3 more methods. അപ്പോൾ അടുത്ത മെത്തേഡ് CMA കാരൻ പറഞ്ഞു കൊടുക്കുക, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. നമുക്കൊരു ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻടു 2. ഇറ്റ് ഈസ് സൂപ്പർ പ്രോഫിറ്റും ആവറേജ് പ്രോഫിറ്റും. ദാറ്റ് ഈസ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റും ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ നമ്മൾ നേരത്തെ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഇനി വെരി സിമ്പിൾ. ക്യാപിറ്റലൈസ് ചെയ്യാൻ വെച്ചാൽ അതിനെ ടോട്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, റിപ്പീറ്റ് അഗെയിൻ, ക്യാപിറ്റലൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ ടോട്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെ വെച്ചാൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻടു 100/റേറ്റ്, ഇങ്ങനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യുക. റേറ്റിന്റെ നേരെ റെസിപ്രോക്കൽ ചെയ്താൽ ദാറ്റ് ബിക്കംസ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഇതിന്റെ ടോട്ടൽ വാല്യൂ എത്ര ആയിരിക്കും? ഓക്കെ, സോ ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 38,000 ഇൻറ്റു 100/റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100 തന്നെ. റേറ്റ് എത്രയായിരുന്നു? 5%. 5% എന്ന് വെച്ചാൽ 5/100 അല്ലേ? 5% നമ്മൾ 5% ഈസ് ഈക്വൽ ടു 5/100 ആണ്. ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എത്ര? 100/5 അല്ലേ? അതാണ് ക്യാപിറ്റലൈസേഷനിൽ നമ്മൾ ചെയ്തത്. സോ സർട്ടൻ സ്റ്റുഡൻസ് 100/5% എഴുതിയേക്കും, തെറ്റിപ്പോകും. 100/5 റേറ്റ് ഇസ് 5. സോ 100/5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7,60,000. ഇനി ഇവിടെ എന്തുണ്ട്? ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ശ്രദ്ധിക്കണേ, ക്യാപിറ്റലൈസേഷൻ ആവറേജ് പ്രോഫിറ്റ് ചെയ്താലും സൂപ്പർ പ്രോഫിറ്റ് ചെയ്താലും സെയിം ആൻസറേ കിട്ടാൻ പാടുള്ളൂ, സെയിം ആൻസറേ കിട്ടുള്ളൂ. സോ ഇതിന്റെ ഫോമിൽ എന്താന്ന് നോക്കാം. ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100/റേറ്റ്. ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ എന്തായിരുന്നു? ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100/റേറ്റ്. ഇവിടെ എന്താണ്? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100/റേറ്റ് മൈനസ് ഒരു സംഭവം കൂടുണ്ട്, ക്യാപിറ്റൽ എംപ്ലോയിഡ്. കാരണം സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി ക്യാപിറ്റൽ എംപ്ലോയിഡ് മൈനസ് ചെയ്തിട്ട് വരുന്ന സംഭവം. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് ചെയ്യാം? 73,000 ആയിരുന്നു നമ്മുടെ ആവറേജ് പ്രോഫിറ്റ്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് 73,000. അപ്പോൾ ഈ 73,000 എടുക്കുന്നു ഇൻറ്റു 100/5. 5 എന്താ? പെർസെൻറ്റേജ് ആണ്. മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മളിവിടെ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. ക്യാപിറ്റൽ എംപ്ലോയിഡ്, വേർ ഇസ് ദ ക്യാപിറ്റൽ എംപ്ലോയിഡ്? യെസ്, ഇറ്റ് ഇസ് 7 lakh അല്ലേ? ക്യാപിറ്റൽ എംപ്ലോയിഡ് 7 lakh. അപ്പോൾ ഈ 7 lakh നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം ആൻസർ കിട്ടും, 7,60,000. ബോത്ത് ദി ആൻസേഴ്സ് ആർ സെയിം അല്ലേ? ഇതും സെയിം ആണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇവിടുന്ന് JNK കമ്പനി ABC ചോദിക്കുകയാണ്, ഇനി ഏതൊക്കെ മെത്തേഡ് ഉണ്ടോ? CMA കാരൻ പറയാം യെസ്, ഇനിയും മെത്തേഡ് ഉണ്ട് ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ. ദാറ്റ് ഇസ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. നേരത്തെ നോർമൽ ആവറേജ് ഓർ സിമ്പിൾ ആവറേജ് ആയിരുന്നു. വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ അതിൽ വെയിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നേരത്തെ സെയിം പ്രോഫിറ്റ് ആണ്. 5,000, 10,000, 50, 10, 1. വെയിറ്റ് നമ്മൾ ഡിഫറെൻറ്റ് വെയിറ്റ്സ് അസൈൻ ചെയ്യാറാണ്. നിങ്ങൾക്ക് വെയിറ്റ് എക്സാമിന് ക്വസ്റ്റ്യനിൽ വെയിറ്റ്സ് തരും, നിങ്ങൾക്ക് നോർമലായിട്ട് തരും. വെയ്റ്റഡ് ആവറേജ് ഒന്നും അധികം ചോദിക്കാറില്ല. സോ വി ആർ ഗോയിങ് ടു പുട്ട് വെയിറ്റ് 1, 2, 3, 4, 5 വിചാരിക്കാം. ഇത് പ്രോഫിറ്റ്, ഇത് വെയിറ്റ്. അപ്പോൾ വെയ്റ്റഡ് പ്രോഫിറ്റ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആദ്യം വെയ്റ്റഡ് പ്രോഫിറ്റ് എത്ര കണ്ടുപിടിക്കും അല്ലേ? വെയ്റ്റഡ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ദിസ് ഇൻറ്റു ദിസ്, വെയിറ്റ് ഇൻറ്റു പ്രോഫിറ്റ്, ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ 5,000 ഇൻറ്റു 1 5,000, 10,000 into 2 20,000, 50,000 into 3 1,50,000, 1 lakh into 4 4 lakhs, 2 lakhs into 5 10 lakhs. ഇത് ടോട്ടൽ ചെയ്യുന്നതിനാണ് വെയ്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറയാം.
നമുക്ക് വെയിറ്റഡ് പ്രോഫിറ്റ് ആണോ കിട്ടേണ്ടത്? അല്ല, വെയിറ്റഡ് ആവറേജ് കിട്ടണമല്ലേ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക വെച്ചാൽ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു 15,75,000 നമ്മൾ കണ്ടുപിടിച്ചത് ഡിവൈഡ് ബൈ 15. ഈ 15 എന്തിന്റെ ടോട്ടലാണെന്ന് വെച്ചാൽ ഇതിന്റെ ടോട്ടലാണ് 15. ദാറ്റ് ഈസ് 1 + 2 + 3 + 4 + 5 ചെയ്താൽ 15 കിട്ടും. നോർമലായിട്ട് നമ്മൾ എന്താ ചെയ്തത്, എത്ര ഇയേഴ്സ് ഉണ്ടോ അതിനായിരുന്നു ഡിവൈഡ് ചെയ്ത്. ഇവിടെ ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാനല്ല, കാരണം ഇത് വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് വെയിറ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? വെയിറ്റ് കൊണ്ട്. ഈ വെയിറ്റഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ചെയ്താൽ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഐ റിപ്പീറ്റ് അഗൈൻ, വെയിറ്റഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ചെയ്താൽ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ടോട്ടൽ 105,000, ദാറ്റ് ഈസ് 1,05,000. ഗുഡ്വിൽ എത്ര ആയിരിക്കും? 1,05,000 into 5, 5,25,000. Now the CMA, again CMA കാര്യം ഇനി ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ? ലാസ്റ്റ് ആയിട്ട് CMA കാര്യം അതാ ഈ മെത്തേഡോടെ കഴിഞ്ഞു, കംപ്ലീറ്റ് ആണ്. ലാസ്റ്റ് മെത്തേഡാണ് ആനുവിറ്റി മെത്തേഡ്. ആനുവിറ്റി മെത്തേഡ് നമ്മൾ ഡിപ്രിസിയേഷനിൽ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ച ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. അതെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ. ഈ ഡിസ്കൗണ്ട് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് പല കുട്ടികൾക്കും അറിയാത്തത്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാൻ കാണിച്ചു തരാം ഡിസ്കൗണ്ട് ഫാക്ടർ എങ്ങനെ. സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 38,000 അല്ലേ. അപ്പോൾ ഈ ഡിസ്കൗണ്ട് ഫാക്ടർ 4.33 എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. നമ്മുടെ റേറ്റ് എത്ര നോക്കാം? മാർക്കറ്റ് റേറ്റ് 5% ആണ് അല്ലേ. അങ്ങനെയാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ 1 ഡിവൈഡഡ് ബൈ 1.05. ഓക്കെ, ഇത് കോൺസ്റ്റന്റ് ആണ്. 1 ഡിവൈഡ് ബൈ 1.05. ഇഫ് ഇത് 10% ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്ങനെ വരിക വെച്ചാൽ 1 ഡിവൈഡ് ബൈ 1.10. കണ്ടോ, ഈ 0.5 ആണ് 5%, ഈ 10 ആണ് 10%. ഇഫ് ഇത് 20% ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ 1 ഡിവൈഡ് ബൈ 1.20. ഇത് 25% ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 ഡിവൈഡ് ബൈ 1.25. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇവിടെ നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ പ്രോബ്ലം. ഇവിടെ 5% ആണ് ആക്ച്വലി തന്നത്. സോ ഇവിടെ 5%, 5 ഇയേഴ്സ് ഉണ്ട്. ഓക്കെ, 5 ഇയേഴ്സ് ഉണ്ട്, 5% ആണ് അല്ലേ. 5 ഇയേഴ്സ് ഉള്ളത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക വെച്ചാൽ നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക, എന്നിട്ട് അടിക്കുക 1 ഡിവൈഡഡ് ബൈ 1.05 ഈക്വൽ ടു 5 ടൈംസ് ഈക്വൽ ടു അടിക്കുക, ബിക്കോസ് 5 ഇയേഴ്സ് ആണ്. എന്നിട്ട് കാൽക്കുലേറ്ററിൽ നോക്കുക GT എന്ന സൈൻ ഉണ്ടോ? GT, ഈ GT ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ് ആൻസർ. 4.33 എന്ന ആൻസർ വരും. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 1,64,540. Now certain students in other work ആവില്ല. അപ്പോൾ we have another method. ഈ സെയിം തന്നെ 1 ഡിവൈഡ് ബൈ 1.05 അടിക്കുക, എന്നിട്ട് ഈക്വൽ ടു ഒരു പ്രാവശ്യം അടിക്കുക. ഓക്കെ, ചില കുട്ടികൾക്ക് ഇങ്ങനെ ഈക്വൽ ടു അടിച്ച ആൻസർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല. അങ്ങനെ ആൻസർ മാറാത്ത ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം 1 ഡിവൈഡ് ബൈ 1.05 അടിക്കുക, ഒരു ഈക്വൽ ടു അടിക്കുക, അതിനുശേഷം 2 ഇൻറ്റു അടിക്കുക. ഓക്കെ, എന്നിട്ട് ഇതൊരു ഇയർ ആയി. ഒരു ഈക്വൽ ടു അടിച്ച ഒരു ഇയർ ആണ്. സോ 2 ഇൻറ്റു അടിച്ചു കഴിഞ്ഞിട്ട് 1, 2, 3, 4 4 വർഷം കൂടെ ഈക്വൽ ടു അടിക്കുക. പ്രസ് ദ GT, യു വിൽ ഗെറ്റ് ദിസ് ആൻസർ. ഈ GT എന്താണെന്നൊക്കെ നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ആനുവിറ്റി ടേബിൾ കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്റർ കണ്ടുപിടിക്കുകയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓവറായിട്ട് ഒന്നും ഇപ്പം നോക്കണ്ട. ഇപ്പം ജസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് മാത്രമല്ല നോക്കുക. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ് തിങ്. അപ്പോൾ സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നേരത്തെ D എന്ത് ചെയ്യാൻ പോവാണ്? വി ആർ ഗോയിങ് ടു അഡ്മിറ്റ് ദിസ് D. സോ അതൊരു ന്യൂ ചാപ്റ്റർ ആണ്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് ആ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം.